ദൈവത്തിൻ്റെ ജനത്തിന് ദൈവകാലത്തും ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവത്തിന് മഹത്വം. യെഹെസ്കേലിൻ്റെ പുസ്തകം 39-ാം അധ്യായമാണ് ഇന്ന് ശ്രദ്ധിക്കുന്നത്. ദൈവാത്മാവുള്ള യെഹെസ്കേൽ ആലയ സംബന്ധമായി പല കാര്യങ്ങൾ പറയുന്നു. ആത്മാവിലാണ് പറയുന്നത്. എല്ലാ കാര്യങ്ങളും യെഹെസ്കേൽ ആത്മാവിലാണ് പറയുന്നത്. ആത്മാവുള്ളൊരു മനുഷ്യനാണ്. സ്വർഗത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഈ 38-39 അധ്യായങ്ങൾ ആഴമായി പഠിക്കേണ്ട അധ്യായങ്ങളാണ്. അവിടെ ഗോഗ് മാഗോഗ് എന്നുള്ള പദം വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് സ്ഥലനാമങ്ങളുടെ പരാമർശം ഈ പുസ്തകത്തിൽ കിടക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിലും 20-ാം അധ്യായത്തിൽ ഈ രണ്ട് രാജ്യങ്ങൾ സംബന്ധമായിട്ട് യോഹന്നാൻ ഒരു വെളിപ്പാട് കാണുന്നുണ്ട്. മാഗോഗ് എന്ന് പറയുന്ന സന്താനങ്ങൾ, അവരുടെ വംശപാരമ്പര്യത്തിൻ്റെ പിതാവ് നോഹയുടെ പുത്രനായ യാഫാത്താണ്. അപ്പം അങ്ങനെ ഒരു വംശപാരമ്പര്യ ബന്ധമാണ് മാഗോഗ് ഗോഗ് എന്ന് പറയുന്നത്. ആരായിരിക്കും മാഗോഗ് ഗോഗ്? ഈ ഗോഗ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ രാജകുമാരനായിട്ടാണ് പറയുന്നത് ചിലർ. എന്നാൽ ദേശസംബന്ധമായി മാഗോഗ് റഷ്യയാകുമ്പോൾ ഗോഗ് തുർക്കിയാണ്. അങ്ങനെ ഒരു പരാമർശമുണ്ട്. ചരിത്ര പ്രാധാന്യത്തിൽ ഇതെല്ലാം ഇങ്ങനെ കിടക്കുന്ന രാജ്യങ്ങളാണ്. റഷ്യ, സുഡാൻ, തുർക്കി, സൈബീരിയ, ആ മേഖലയിൽ കിടക്കുന്ന രാജ്യങ്ങൾ ഒടുവിൽ ഇസ്രായേലുമായിട്ടുള്ള ഘോരമായ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങുന്ന ഭാവികാല രാജ്യങ്ങളാണ്. അതാണ് വെളിപ്പാട് പുസ്തകത്തിൽ നാം കർത്താവിൻ്റെ ഉത്പ്രാവണം, റാപ്ചർ എന്നുള്ള പദത്തിൽ നിന്ന് പഠിക്കുമ്പോൾ കർത്താവിൻ്റെ മേഘപ്രത്യക്ഷത, രഹസ്യവരവ്, ആ രണ്ട് വരവിൽ മഹത്വപ്രത്യക്ഷതയും മേഘപ്രത്യക്ഷത എന്ന് പറയുന്ന രഹസ്യവരവിൽ സഭ എടുക്കപ്പെടുകയാണ്. പിന്നീട് 7 വർഷം മഹോദരവ കാലഘട്ടമാണ്. അവിടെയാണ് എതിർക്രിസ്തുവിൻ്റെ ധാരണ യഹൂദനുമായിട്ടുള്ളത്. അതിനുശേഷം കർത്താവ് അവിടെ രക്ഷിക്കപ്പെടുന്ന യഹൂദന് ഒരു ചാൻസ് കൊടുക്കും. അങ്ങനെ യഹൂദനൊക്കെയായി കർത്താവ് 1000 ആണ്ട് വാഴുവാനായിട്ട് കർത്താവ് ഈ ഭൂമിയിലേക്ക് ഒലിവുമലയിൽ കാരി ചവിട്ടുകയാണ്. ആ സമയത്ത് സാത്താൻ ബന്ധിക്കപ്പെടും. അതിനുശേഷം കുറച്ചു കാലത്തേക്ക് സാത്താനെ അഴിച്ചുവിടുന്നൊരു മേഖലയുണ്ട്. ഈ 1000 ആണ്ട് വായിച്ച കഴിഞ്ഞ ശേഷം കുറച്ച് കാലഘട്ടത്തിൽ സാത്താനെ തൻ്റെ ബന്ധനത്തിൽ നിന്ന് അഴിച്ചുവിടുമ്പോൾ ആ സമയത്ത് സാത്താൻ സഖ്യം ചേർന്ന് തുർക്കി, സൈബീരിയ, സുഡാൻ, റഷ്യ മേഖലയിലുള്ള രാജാക്കന്മാരുമായി സഖ്യം ചേർന്ന് ദൈവത്തിൻ്റെ പ്രിയ നഗരം യെരുശലേം വിശുദ്ധന്മാരുമായിട്ട് യുദ്ധം ചെയ്യുന്ന ഒടുവിൽ അവരെ സാത്താനോടൊപ്പം തോൽപ്പിച്ച് തീ പൊയ്കയിൽ അവരെ എന്നേക്കുമായിട്ട് എടുത്ത് കളയുന്ന ശിക്ഷാവിധി നടത്തുന്ന ഒരു ഭാഗം വെളിപ്പാട് പുസ്തകത്തിലുമുണ്ട്. എനിവേ, ഈ പുസ്തകത്തിൽ ഗോഗിനെ കുറിച്ച് പറയുന്ന യെഹെസ്കേലിൻ്റെ പ്രവചനമാണല്ലോ നമുക്ക് പഠന വിഷയം. ഇവിടെ യെഹെസ്കേൽ ഭാവികാലമായിട്ടുള്ള ഒരു സംഭവത്തെ തൻ ആത്മാവിൽ കണ്ടു പറയുകയാണ്. ഈ പുസ്തകത്തിൽ ഭാവികാലത്ത് നടക്കാൻ പോകുന്ന ഗോഗിൻ്റെ മേൽ വരുന്ന ഒരു വലിയ ശക്തമായ ദൈവിക ന്യായവിധികൾ, ദൈവരാജ്യത്തോട് കാണിക്കുന്ന ന്യായവിധികളും ജാതികൾ അല്ലെങ്കിൽ കർത്താവിൻ്റെ വംശമായ കർത്താവിൻ്റെ ജനമായ ഇസ്രായേൽ മക്കൾ ദൈവത്തിൻ്റെ ജനമാണ്. ദൈവം അവർക്ക് മഹാദൈവമായി ഇസ്രായേൽ ജനത്തിൻ്റെ കൂടെ ഉണ്ടെന്ന് ജാതികൾ അറിയേണ്ടതിന് ഈ ഗോഗിനോട് ദൈവം ന്യായവിധി നടത്തുകയാണ്. അങ്ങനെ എന്തിനാണ് ഗോഗിനോട് ദൈവം ന്യായവിധി നടത്തുമെന്ന് ചോദിച്ചാൽ, ജാതികൾ അറിയണം ഇസ്രായേലിന് ഒരു ദൈവം ഉണ്ടെന്ന്. അപ്പോൾ ദേശത്ത് വലിയ ന്യായവിധി നടത്തുന്നു, ദേശം വെടിപ്പാക്കുന്നു. പിന്നീട് ജാതികളുടെ നടുവിൽ ഇസ്രായേൽ ജനത്തോട് ദൈവം കരുണ കാണിക്കുന്നു. അങ്ങനെ അവരുടെ പ്രതാപത്തിലേക്ക് മടക്കി കൊണ്ടുവരും. ഇതെല്ലാം കാണിക്കുന്നത് ഈ കർത്താവിൻ്റെ മടങ്ങി വരവിനോട് ബന്ധപ്പെട്ട് യഹൂദന് ലഭിക്കുന്ന ചാൻസുകളുണ്ട്, അവസരങ്ങളുണ്ട്. ഈ അവസരങ്ങൾ ഭൂരിപക്ഷ യഹൂദന്മാരും അവർ മശികയെന്ന് തെറ്റിദ്ധരിച്ച ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ ദൈവമായിട്ട് കാണുന്ന, അല്ലെങ്കിൽ ക്രിസ്തുവിനെ ക്രിസ്തുവായിട്ട് കാണുന്ന അവരുടെ കണ്ണ് തുറക്കുന്ന ദിവസങ്ങൾ കൂടെ ഈ പുസ്തകത്തിനകത്ത് മറഞ്ഞു കിടപ്പുണ്ട്. അങ്ങനെ അവർ ക്രിസ്തുവിനെ, ദൈവത്തെ, ആരാണ് ദൈവം, ആരായിരുന്നു ക്രിസ്തു, എന്തായിരുന്നു ക്രിസ്തുവിൻ്റെ ദൈവത്വം, എന്തായിരുന്നു ക്രിസ്തുവിൻ്റെ ഉദ്ദേശം, എന്തായിരുന്നു ക്രിസ്തുവിൻ്റെ ദൗത്യം, ഇതൊക്കെ യഹൂദന്മാർ കണ്ണു തുറന്ന് കാണുന്ന ദിവസങ്ങൾ ഭാവി കാലത്ത് സംഭവിക്കുന്നുണ്ട്.
അതിൻ്റെയും കൂടെ സൂചന ഈ പുസ്തകത്തിൽ യെഹെസ്കേൽ പറയുന്നുണ്ട്. എനിവേ ഇവിടെ പറയുന്ന ഈ ഭാഗത്ത് യെഹെസ്കേൽ വളരെ ആശകൾ പറയുന്നുണ്ട്. ജനത്തിൻ്റെ നടുവിൽ വലിയ യുദ്ധങ്ങൾ കഴിഞ്ഞ ശേഷമൊക്കെ സ്വസ്ഥത വരുന്നു. പിന്നീട് അവരുടെ അശുദ്ധിക്കും അവരുടെ അതിക്രമങ്ങൾക്കും തക്കവണ്ണം അവരോട് പ്രവർത്തിച്ച് ദൈവം മുഖം മറച്ചതാണ്. എന്നാൽ അതെല്ലാം ദൈവം മാറ്റിയിട്ട് യാക്കോബിൻ്റെ പ്രവാസികളെ മടക്കി വരുത്തി ജാതികളുടെ ഇടയിൽ ബദ്ധരായി കൊണ്ടുപോയി അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് ഇസ്രായേൽ ഗ്രഹത്തിൻ്റെ മേൽ എൻ്റെ ആത്മാവിനെ പകർന്ന് എൻ്റെ മുഖം അവർക്ക് മറയ്ക്കാതെ ദൈവം അവരോട് സഖ്യത കാണിക്കുമ്മ, അവരോട് കൃപ കാണിക്കുമ്മ. ജാതികൾ പറഞ്ഞു അവർക്ക് ദൈവമില്ല, അവർ എക്കാലത്തും ബന്ധിക്കപ്പെട്ട് കിടക്കും, അവർക്ക് ഉയർച്ചയില്ല, അവരെ അറിയുവാൻ ആരുമില്ല. ജാതികൾക്ക് നടുവിൽ നിന്നതിരായി കിടന്ന തൻ്റെ ജനത്തെ ആത്മാവ് പകർന്ന് ജാതികളുടെ നടുവിൽ അവരുടെ മുഖത്തെ ഉയർത്തി അവരുടെ കഷ്ടതകളെ മാറ്റി അവരുടെ പാപങ്ങളെ ക്ഷമിച്ച് മഹാകരുണയോടെ അവരെ ചേർത്ത് പിടിച്ച് ജാതികളുടെ നടുവിൽ ദൈവമില്ലെന്ന് പറഞ്ഞവർക്ക് ദൈവമുണ്ടെന്നും രക്ഷിക്കുമൊരു ദൈവമുണ്ടെന്നും സഹായിക്കുമൊരു ദൈവമുണ്ടെന്നും ആത്മാവിനെ പകരുമ്പോൾ ദൈവമുണ്ടെന്നും ന്യായം വിധിക്കുന്നൊരു ദൈവമുണ്ടെന്നും ഗോഗ് പോലെയുള്ള ഇസ്രായേലിനെതിരെ വരുന്ന രാജ്യങ്ങളെ പിന്നത്തേതിൽ ദൈവം ന്യായം വിധിച്ച് അവരുടെ ശവങ്ങളെ ഭൂമിയിൽ നിന്ന് എറിഞ്ഞു കളയുന്ന ദൈവപ്രവർത്തികൾ ഉണ്ടെന്നൊക്കെയുള്ള ആഴമേറിയ ഭാവികാല പ്രവചനങ്ങളെ വെളിപ്പാട് പുസ്തകം 20 കൂടെ ചേർത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഈ രാജ്യങ്ങളുടെ മേലൊക്കെ ദൈവത്തിൻ്റെ ന്യായവിധി പിന്നീട് വെളിപ്പെടും. ദൈവത്തിൻ്റെ ജനത്തിന് ദൈവകാലത്തും അനുഗ്രഹങ്ങളെയും സമാധാനത്തെയും പകരുമെന്നുള്ള ആഴമേറിയ വെളിപ്പാടാണ് ഈ പുസ്തകത്തിൽ കാണുന്നത്. ആ സമാധാനം തൻ്റെ ജനത്തിനുള്ളതുപോലെ നമുക്കുമുണ്ട്. ദൈവം നമ്മെ സഹായിക്കുമാറാണ്.